മംഗൾവാർ ഒരു അടിപൊളി പടം. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പറയാം. ഒരു നല്ല അടിപൊളി പടം. ഞാൻ കാന്താരയ്ക്ക് ശേഷം ഞാൻ വീണ്ടും അതേ ഒരു ടെക്സ്റ്ററിലൊക്കെ കാണാൻ പറ്റിയിട്ട് കണ്ട എനിക്ക് അങ്ങനെ തോന്നിയ ഒരു പടാട്ടാ മംഗൾവാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് ആൻഡ് ഔട്ടായിട്ടുള്ള ഒരു ടോൺ കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന്. അതെനിക്ക് ആ ഡാർക്കായിട്ടുള്ള ടോൺ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ടോണാണ്. അതുകൊണ്ട് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ളത് അജയ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം അത് വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷനും അതുപോലെ റൈറ്റിങ്ങും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ക്യാമറ വർക്കുകൾ ഒരു രക്ഷയില്ലാത്ത ക്യാമറ വർക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നൈറ്റാണ് കൂടുതൽ ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ. കഥ കൂടുതലും അതിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെ പറയണം. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഹൊററായിട്ടുള്ളൊരു ഡ്രാമ പോലെ, ഹൊററും ഉണ്ട് എന്നാൽ അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനും ഉണ്ട്. ഇത് കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു രണ്ട് കുട്ടികളുടെ ആയിട്ടുള്ളൊരു കഥയാണ്. കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് തന്നെ രണ്ട് കുട്ടികളുടെ ആയിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ തൊട്ടിട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യണത്. അതിൽ അവർ രണ്ടാണ് സഫർ ചെയ്യണ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ചെറുപ്പകാലത്ത് തൊട്ടിട്ട് തന്നെ സഫർ ചെയ്യണ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഡെവലപ്പായിട്ടാണ് പിന്നെ ഈ കഥേനെ മുകളിലേക്ക് പോകുന്നത്. അതുപോലെ ഈ കഥ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് വളരെ യുണീക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നല്ല മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അവർ മാത്രമല്ല, ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. സലാറ് പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിൽ വീണ്ടും പടം കാണുന്നത്. അപ്പോൾ മലയാളം ഡബ്ബിങ് എന്ന് പറയുമ്പോഴേക്കും ആദ്യം ഒരു ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിലത്തെ കുറേ ഡയലോഗുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേൾക്കാൻ. പക്ഷെ ഇത് അത്രയും ക്രിഞ്ച് അടിച്ചിട്ടൊന്നുമില്ല. വളരെ രസമായിട്ട് തന്നെ ഇതിൻ്റെ ഡയലോഗ് ഡെലിവറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിഞ്ച് എന്ന് പറഞ്ഞ പുതിയ പിള്ളേരങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ക്രിഞ്ച് വന്നത്. ഇത് പറഞ്ഞ് ശീലിച്ചു പോയിരുന്നു. യൂട്യൂബിൽ അല്ലെങ്കിൽ റീൽസ് ഇടുമ്പോൾ ക്രിഞ്ച് എന്ന് പറഞ്ഞില്ലെങ്കിൽ രസമില്ല. ചില സാധനം ക്രിഞ്ച് അത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണത് ക്രിഞ്ച്. ഓക്കെ കേട്ടോ. ഓവറോൾ നോക്കുക വെച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു അടിപൊളി പടം. ഫുൾ ടൈം എൻഗേജിങ് ആയിട്ട്, അതുപോലെ തന്നെ ഒരു ത്രില്ലിങ്ങിൻ്റെ മൂമെൻറ്റ്, അടുത്തത് എന്താ ഉണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പടം വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലൈമാക്സിൽ ഉണ്ടാവുന്ന ട്വിസ്റ്റും അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ട്വിസ്റ്റും ഉണ്ട് ഈ പടത്തിൽ. അങ്ങനെ രണ്ട് ട്വിസ്റ്റ് ഉണ്ട് എന്ന് വേണം പറയാം. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു അജയ് ഗുപ്തയുടെ ഒരു നല്ല പടം. എല്ലാവരും കണ്ടോക്കുക. കണ്ടിട്ട് അഭിപ്രായം വന്നിട്ട് കമൻറ്റിൽ നെഞ്ചത്തിട്ട് അടിക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.